പ്രേതബാധ എന്ന് പറയുന്നതിന് ആരില്ല എന്ന് പറഞ്ഞാലും എന്താ അത് ഉണ്ടെന്നല്ല, അത് നമുക്കൊപ്പമുണ്ട് എന്നുള്ളതാണ്. പ്രേതസഞ്ചാരം നമുക്ക് നഗ്നനേത്രങ്ങൾ കാണാൻ പറ്റില്ല. പക്ഷേ രാത്രികളിൽ സന്ധ്യമയങ്ങാൽ ഒറ്റയ്ക്ക് വിജനമായ സ്ഥലത്തൂടെ സഞ്ചരിച്ചാൽ ആ ദേശത്ത് നശിച്ച ആ പ്രേതാത്മാവ് 100% സഞ്ചരിക്കുമെന്ന് മാത്രമല്ല, അത് അറ്റാക്ക് ചെയ്താൽ, നമ്മൾ അറ്റാക്കിന് വിധേയമായാൽ നമ്മൾ അനുഭവിച്ചേ പറ്റൂ. അത് വെള്ളി പ്രതിമയിലേക്ക് ആവാഹിക്കും. ജ്യോതിഷമെല്ലാം നോക്കിയിട്ട് പറയാ വന്നു കൊണ്ടുപോയി എവിടെയെങ്കിലും അമ്പലത്തിൽ ഇട്ടേക്കാൻ പറയും. അതാണോ ഒരു പ്രേതാത്മാവ്? അപ്പോൾ ഇത്തരം ഒരു പ്രേതാവസ്ഥ, മരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രേതാവസ്ഥ, അത് സഞ്ചരിക്കും. ആ സഞ്ചരിക്കുന്ന വഴി, നമ്മളിരിക്കുന്ന സ്ഥലത്തൂടെ പ്രേതസഞ്ചാരമുള്ള വഴിയാണ്. വടക്കോട്ട് കൊണ്ടുപോകും, പടിഞ്ഞാറോട്ട് കൊണ്ടുപോകും. അവിടെയൊക്കെ തന്നെ ഇവരുടെ പൂർവികമായിട്ടുള്ള പ്രേതാത്മാക്കൾ നിൽക്കുന്നതാണ്. അതും കഴിഞ്ഞ് പുള്ളി 2 വർഷം കൂടെ ജീവിച്ചു. 2 വർഷം കൂടെ. ഒരു ദിവസം ഞാൻ കാന്തല്ലൂർ ആശ്രമത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് മൃത്യുവിൻ്റെ ലക്ഷണങ്ങൾ അറിയാൻ പറ്റും. ഇപ്പം എൻ്റെ മരണത്തെക്കുറിച്ച് എനിക്ക് നല്ല ധാരണയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ശൗടിയിലുണ്ടാക്കി വെച്ചേക്കണം. ആ ശൗടിയിലുണ്ടാക്കി വയ്ക്കുന്ന എന്നെയാണ് ചൗക്കട്ടത്ത് അടിക്കുമെന്ന് ഇവിടെ ഉള്ള യൂട്യൂബർമാർ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. അതുപോട്ടെ, അതവിടെ നിൽക്കട്ടെ. അങ്ങനെ അടിക്കാൻ ധൈര്യമുള്ള, നല്ല തൻ്റെ ഇടമുള്ള, പിന്നീട് അവൻ്റെ തലമുറകൾ വേണമെന്നുള്ളവരൊക്കെ വന്ന് എൻ്റെ മുമ്പിൽ ഒന്ന് കൈപൊക്കട്ടെ, അതവിടെ നിൽക്കട്ടെ. അതൊന്നും എനിക്കൊരു മടിയില്ല. ഈ ഭീരു 1000 പ്രാവശ്യം മരിക്കും, ധീരൻ 1 പ്രാവശ്യം മരിക്കും. അങ്ങനെ 1 പ്രാവശ്യം മരിക്കാനാണ് നമുക്കിഷ്ടം. എന്നിട്ട് ഞാൻ അവനോട് പറഞ്ഞു, എടാ അച്ഛൻ എന്ത് ചെയ്യണം? അച്ഛൻ കാപ്പ് കുടിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ അച്ഛനെ മരണത്തിൻ്റെ ലേറിലൊരു ലക്ഷണമുണ്ട്. ആ ഒരു 11 മണി കഴിഞ്ഞ് നീ എന്നെ ഒന്ന് വിളിക്കണം. 11 മണിക്ക് മരിച്ചു. ഇതിപ്പം രാജേഷ് ജീവിച്ചിരിപ്പുണ്ട്, ആ കുടുംബവും ജീവിച്ചിരിപ്പുണ്ട്. ഇതെല്ലാവർക്കും എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു പയ്യൻ ഓടി, ഇതൊന്നും വിശ്വാസമില്ലാത്ത ഒരാൾ ഒരു ദിവസം ഞാൻ ഓടി അകത്തോട്ട് കയറി. എന്തോ പറയുന്നത് കിതച്ചുകൊണ്ടെന്ന് ചോദിച്ചു, അച്ഛൻ മരിച്ചു കേട്ടാന്ന്. അങ്ങനെ പറയണു, നമ്മുടെ കഴിവല്ല, ഇതൊക്കെ നമ്മളാണ്. ഇത് സുനിൽ പരമേശ്വരനാണ്, ഇത് കാന്തല്ലൂർ സ്വാമിയാണ് ഇതൊക്കെ പറയണമെന്ന് പറഞ്ഞാൽ പോയി. നമ്മളിലുള്ള ഒരു സ്വാധീനം, ഇത് ഞാൻ വിൽക്കാൻ ശ്രമിച്ചാൽ എല്ലാം പോവും. ഇപ്പോൾ ഞാൻ പ്രത്യങ്കര ഉപാസന, പ്രത്യങ്കര പൂജയാണെങ്കിൽ പൈസ മുടക്കിയേ പറ്റൂ. കാരണം അതിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ചെയ്തേ പറ്റുള്ളൂ. സൗജന്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഞാൻ ഫലം പറയുന്ന 1 രൂപ നാണയം മേടിക്കുള്ളൂ, 500 രൂപ അമ്പലത്തിൽ കൊടുക്കാൻ പറയും. ഇത് ജനങ്ങൾക്ക് വേണ്ടി ജീവിതം മാറ്റി വെച്ച ഒരാളാണ് ഞാൻ. എനിക്ക് 12 മണി കഴിഞ്ഞാൽ ശബ്ദമില്ല. ഇത് കണ്ടില്ലേ, ഫോൺ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. വിവിധ വിഷയങ്ങളാണ് ആൾക്കാർക്ക് പറയാൻ പറ്റാത്ത. അപ്പോൾ ഇത്തരം ഒരു പ്രേതാവസ്ഥ, മരിച്ചു കഴിഞ്ഞാലുണ്ടാകുന്ന പ്രേതാവസ്ഥ 100%. ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടാതെ പോയ മനുഷ്യർ ഒരു എനർജിയായിട്ട് ഈ പ്രപഞ്ചത്തിൽ ഉണ്ട്. അത് സഞ്ചരിക്കും. ആ സഞ്ചരിക്കുന്ന വഴി, നമ്മളിരിക്കുന്ന സ്ഥലത്തൂടെ പ്രേതസഞ്ചാരമുള്ള വഴിയാണ്. ഇപ്പോൾ ഞാൻ ആ രാവിലെ അവിടെ വന്ന് എല്ലാവരുടെ അഡ്രസ്സ് എഴുതിയെടുക്കും. എഴുതിയെടുക്കുമ്പോൾ ഞാൻ ചോദിച്ചാൽ ഇന്ന സ്ഥലത്തൊരു അമ്പലമുണ്ടോ? അവർക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, ഇവിടെ നിൽക്കുന്ന നമ്മുടെ സുഹൃത്തിനെ ചോദിച്ചു, പറഞ്ഞു അവിടെ ഒരു അമ്പലം അടച്ചിട്ടിട്ടുണ്ട്, കുടുംബക്കാരുടെ അമ്പലമാണ്, ഇവിടുന്ന് സഞ്ചാരമുണ്ട്. അത് ഏത് എനർജിയാണെന്ന് നോക്കിയാലേ അറിയാവുള്ളൂ. അപ്പോൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞതിൻ്റെ മറുപടി കൂടെ ഞാൻ പറയാം. ആവാഹിച്ച് മാറ്റുക. എന്താണ് ആവാഹിക്കണത്? ഏതിലേക്കാണ് ആവാഹിക്കണത്? ഏതെങ്കിലും ബിംബങ്ങളിലേക്ക്. എന്ത് ബിംബം? മനുഷ്യരൂപമോ? ഏത് മനുഷ്യരൂപം? നിശ്ചലമായ, ചലനമില്ലാതെ കിടക്കുന്ന വെള്ളി പ്രതിമയിലേക്ക് ആവാഹിക്കും. ജ്യോതിഷമെല്ലാം നോക്കിയിട്ട് പറയാ വന്നു കൊണ്ടുപോയി എവിടെയെങ്കിലും അമ്പലത്തിൽ ഇട്ടേക്കാൻ പറയും. അതാണോ ഒരു പ്രേതാത്മാവ്? ഞാൻ 100% എതിർക്കും. പ്രേതാത്മാവെന്ന് പറയുന്നത് മരിച്ച ഇന്നയാൾ, അയാൾ ഇങ്ങനെയാണ് മരിച്ചത്. ആ മരിച്ച ആളിന് മോക്ഷം ഇങ്ങനെയാണ്, മോക്ഷപ്രാപ്തിയേ ഉള്ളൂ. ആ മോക്ഷപ്രാപ്തി കൊടുക്കുന്ന ഒരു ചടങ്ങേ ചെയ്യാൻ പാടുള്ളൂ. ആവാഹനവും ആവാഹിച്ച് അമ്പലത്തിൽ കൊണ്ടിടും. ഇത് അടിസ്ഥാനപരമായി തെറ്റാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എൻ്റെ അനുഭവത്തിലാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ നമ്മൾ കർക്കിടക വാവിന് നമ്മളെല്ലാം പോയി ചെയ്യും. അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. വിശ്വാസത്തിൻ്റെ പിതൃക്കൾക്ക് വേണ്ടി ബലിയിടുന്നു, അമാവാസിക്ക് ബലിയിട്ട് നമുക്ക് ചെയ്യാം. നമ്മുടെ വിശ്വാസത്തിൽ മുറുകെ പിടിച്ചുകൊണ്ടാണ് ചെയ്യണത്. പക്ഷേ ദുരിതപ്പെട്ട ആത്മാക്കൾ, അപമൃത്യു മരിച്ച ആത്മാക്കളൊന്നും പോവില്ല ഈ ഭൂമിയിൽ നിന്ന്. എന്നാൽ പിന്നെ ഞാനിപ്പോൾ ഇവിടെ വീഴുമോ? എന്നെ വീഴ്ത്തിയില്ലേ? ഞാൻ വളരെ ശ്രദ്ധിച്ചെടുത്ത് ഇറങ്ങി വന്ന ആളാണ്. എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നതും മൃത്യുവായി. ഞാൻ ഫോണിൽ വിളിക്കുമ്പം സോണ എന്ന് പറഞ്ഞ പെൺകുട്ടിയാണ് വിളിച്ചത്. ആ വിളിച്ച ആൾ എന്താ പറഞ്ഞത്? എൻ്റെ അമ്മ 88 വയസ്സായി. എത്ര വയസ്സായി? അമ്മ കഴിഞ്ഞ ദിവസം ഞാൻ വിളിക്കുമ്പോൾ പറഞ്ഞു, ഇന്ന രൂപമുള്ള ഒരാൾ, പേര് നാളെ ഒക്കെ ഉള്ള ആളാരാണ്? അത് അമ്മയുടെ മൂത്ത സഹോദരനാണ്. ഞാൻ പറഞ്ഞു, അമ്മയുടെ മൃത്യുവിൻ്റെ അടുത്ത് നിൽക്കുകയാണ്, അമ്മയെ കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ അമാവാസി കഴിഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പിന്നെ ഇദ്ദേഹം മറയും. ഏതെങ്കിലും ജന്മത്തിൽ ദുരിതം ഉണ്ടെങ്കിൽ ആ ദുരിതം അനുഭവിച്ചേ പറ്റൂ. നമ്മളിലെല്ലാം ഉള്ളതാണിത്. നമുക്കെല്ലാം ഏത് നിമിഷവും നമുക്ക് സംഭവിക്കാവുന്നതാണിത്. നമ്മൾ ആഗ്രഹം. അതുകൊണ്ട് ഞാൻ രാവിലെ എഴുന്നേറ്റ് ഒരു ആഗ്രഹവും തരരുത് ഈശ്വര. കാരണം ആഗ്രഹങ്ങളോട് ഈ സ്കന്ദമുനിയുടെ ഒരു കഥയുണ്ട്. ഹിമാലയത്തിൽ സ്കന്ദമുനി എന്ന് പറഞ്ഞ മഹർഷി എല്ലാ ആഗ്രഹങ്ങളും വെടിഞ്ഞ് ഇങ്ങനെ പോവുകയാണ്.
ഹിമാലയത്തിൻ്റെ താഴ്വരത്തിൽ കൂടെ പോവുകയാണ്. ഇനി ആഗ്രഹമൊന്നുമില്ല. എവിടെയെങ്കിലും കൊക്കയിൽ തൻ്റെ ജീവിതം അവസാനിപ്പിക്കാനായിട്ട് പോകുമ്പം ഒരു മാൻ നിൽക്കുന്നു. സുന്ദരിയായ മാനാണ്. ഈ മാനാണ് ഇണചേരുന്നതിൽ ഏറ്റവും വലിയ ഭൗതിക സുഖം കൊടുക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം ഒരു മാനാവും. സങ്കല്പമാണ്, കഥയാണ്, പുരാണത്തിലുള്ളതാണ്. പിന്നെ അവിടെ പോയി ഇദ്ദേഹം എന്ത് ചെയ്യും? ഒരു മാനായി ഇണചേരുമ്പോൾ ഒരു വേടൻ അമ്പ് ചെയ്യും. അദ്ദേഹം മനുഷ്യരൂപം കൊണ്ട് പറയുന്നത് എന്താണ്? നീ എൻ്റെ ആഗ്രഹ പൂർത്തീകരണം നടത്തിയില്ല, ഞാൻ ഇനിയും ജനിക്കണം എന്ന് ഈ സ്കന്ദമുനി പറയും. എന്നാൽ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടാതെ പോകുന്ന ഒരു മനുഷ്യജന്മങ്ങളും ഒരു മനുഷ്യാത്മാക്കളും അവർ പുനർജനിക്കും. ആഗ്രഹം മോക്ഷം, എല്ലാ ആഗ്രഹങ്ങളും തീർന്നു. ഇനി എൻ്റെ ശരീരം വെടിയാം, ഞാൻ ഇന്നലെ ഉപയോഗിച്ചിരുന്ന വസ്ത്രം വെടിയാം, എനിക്ക് പ്രേതാത്മാവായിട്ട് അലയണ്ട. ഇത് ശരിക്കും പറഞ്ഞാൽ വേദങ്ങളും ഉപനിഷത്തുകളും ഒക്കെ പഠിച്ച് ബുദ്ധിമാന്മാരും പണ്ഡിതന്മാരും ഒക്കെ നമുക്കാവാം. പക്ഷെ നമ്മുടെ ആഗ്രഹങ്ങൾ വേണ്ട അല്ലേ? എന്നാൽ ചോദിക്കും, എന്തിനാണ് സ്വാമി ഇവിടെ വന്നിരുന്നത്, ഈ മറ്റേ യൂട്യൂബിൽ വന്നിരുന്നത് ഇതൊക്കെ പറയുന്നത്? സ്വാമിക്ക് ആഗ്രഹം ഉണ്ടായിട്ടുണ്ട്? ആഗ്രഹമല്ല, നമ്മളതറിഞ്ഞത്, നമ്മൾ അനുഭവിച്ച ദുഃഖങ്ങൾ, നമ്മൾ അനുഭവിച്ച ദുരിതങ്ങൾ, എന്തുകൊണ്ട് നമ്മൾ ഇതൊക്കെ അനുഭവിച്ചു, എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ആയിത്തീർന്നത്, ഇത് മറ്റുള്ളവരായി തീരാതിരിക്കാൻ ശ്രമിക്കുക. എൻ്റെ ശ്രമിക്കുക. എൻ്റെ കപടസന്യാസിയുടെ ആത്മകഥ വായിച്ചാൽ അതിൽ സ്ത്രീകളാണ് എന്നെ നശിപ്പിച്ചിട്ടുള്ളത്. ഞാൻ പരസ്യമായിട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഏതൊക്കെ സ്ത്രീകളാണ്, എങ്ങനെയാണ് ഉപയോഗിച്ചേക്കുന്നത്, അവരെങ്ങനെയാണ് നമ്മളെ പിന്തുടരുന്നത്. ഞാൻ നോക്കുമ്പോൾ ഇതെല്ലാം തന്നെ പൂർവ്വജന്മത്തിൽ നമ്മളാൽ നശിപ്പിക്കപ്പെട്ട പെണ്ണുങ്ങളുടെ ഒരു പരമ്പരയാണ്. നമ്മളെ നശിപ്പിച്ചേ പറ്റൂ. പൂർവ്വജന്മം കൃത്യമായിട്ട് പറയുന്ന ആളാണ്. പൂർവ്വജന്മത്തിൽ ഇവിടുത്തെ വിവാഹത്തിൽ പൊരുത്തം മാത്രം നോക്കും. ഈ പൊരുത്തം മാത്രം നോക്കി കല്യാണം കഴിപ്പിക്കും. സന്താനങ്ങൾ ഉണ്ടാവില്ല, ഉണ്ടായാൽ തന്നെ വല്ല അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇല്ലെങ്കിൽ പൊരുത്തം നോക്കി കല്യാണം കഴിപ്പിക്കും, കുട്ടികളും ഉണ്ടാവില്ല. ഇല്ല, കുട്ടികളില്ലാത്ത ഇന്നത്തെ കാലത്ത് ഭാഗ്യവാൻ എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. ഈ പൊരുത്തങ്ങളല്ല, അവൻ പൂർവ്വജന്മത്തിലെ ബന്ധം, പൂർവ്വജന്മം എടുക്കണം. പണ്ടത്തെ ജ്യോതിഷ പണ്ഡിതന്മാർ ഇത് പൂർവ്വജന്മ ബന്ധമാണ്, കെട്ടിക്കോളാൻ പറയും. 10ൽ 10 പൊരുത്തം ഇല്ലെങ്കിൽ പൂർവ്വജന്മ ബന്ധം ഉണ്ടായി കെട്ടാം. ഞാൻ എൻ്റെ എത്ര കല്യാണങ്ങൾ നടത്തി, കെട്ടിക്കോളാൻ പറയും. ഇവിടെ 10 പൊരുത്തം പറയും. 1,87,000 കേസുണ്ട് കുടുംബ കോടതിയിൽ തിരുവനന്തപുരത്തെങ്ങാണ്ട്, പറയുന്നത് കേട്ടാണ്. ഇതൊക്കെ ഒരു വർഷവും തീരില്ല. 1 ഗ്രാം സ്വർണ്ണത്തിന് 2 ഗ്രാം സ്വർണ്ണത്തിന് വേണ്ടി കേസ് പറഞ്ഞ് ആ ജീവിതം താറുമാറായി. ഇവനെ ഒന്നും കൊടുക്കാനുമില്ല. അവസാനം പറഞ്ഞ് 5 രൂപ കൊടുക്കാണ്ടെങ്കിൽ 50 പൈസ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ് അവളെ ജീവിതങ്ങളൊക്കെ തകർന്ന് ജീവിതം തീരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് കോടതി നിയമത്തിലേക്ക് പോകാതെ മനുഷ്യൻ തിരിച്ചറിയണം, ഇത് ജ്യോതിഷവും പ്രേതാത്മാക്കളും ഈ സമൂഹത്തിൽ നമുക്ക് ചുറ്റിപ്പം നമ്മളൊരു ഫീസ് വെച്ചു. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളത് നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. പോസിറ്റീവ് മാത്രം വെച്ചാൽ ലൈറ്റ് കത്തുവോ? ഇല്ല. അതിൻ്റെ 100 ഇരട്ടി ശക്തിയാണ് നെഗറ്റീവിന്. ആ നെഗറ്റീവിൻ്റെ ശക്തിയിൽ മാത്രമേ ഇവിടെ പ്രകാശമുണ്ടാകൂ. അങ്ങനെ പ്രകാശത്തിൽ മാത്രമാണ് പ്രേതസഞ്ചാരം നടക്കാതിരിക്കുക. അതുകൊണ്ട് പകൽ വെളിച്ചത്തിൽ പോലും പ്രേതസഞ്ചാരം നമുക്ക് നഗ്നനേത്രങ്ങൾ കാണാൻ പറ്റില്ല. പക്ഷേ രാത്രികളിൽ സന്ധ്യമയങ്ങാൽ ഒറ്റ വിജനമായ സ്ഥലത്തൂടെ സഞ്ചരിച്ചാൽ ആ ദേശത്ത് നശിച്ച ആ പ്രേതാത്മകൾ 100% സഞ്ചരിക്കുമെന്ന് മാത്രമല്ല, അത് അറ്റാക്ക് ചെയ്താൽ, നമ്മൾ അറ്റാക്കിന് വിധേയമായാൽ നമ്മൾ അനുഭവിച്ചേ പറ്റൂ. അത് 100% അതിന് ഒന്നും ആവാഹിച്ച് മാറ്റാൻ പറ്റില്ല. അങ്ങനെ ആവാഹിച്ച് കഴിയാൻ കപ്പുണ്ട വന്നാൽ ആവാഹനത്തിൻ്റെ 6-1 അംശം ഈ ആവാഹിക്കുന്ന ആളിനാൾ വരും എന്നുള്ളത് 100%. 6-1 അവന് വന്നേ പറ്റൂ. അവൻ പണം വാങ്ങിച്ച് ഇല്ലെങ്കിൽ കച്ചവടമായിരിക്കണം. ഞാൻ പൂജ ചെയ്യും, ഞാൻ കുറേ പൈസ ലാഭം ഉണ്ടാക്കാം, ഞാൻ ഇത് ചെയ്തു തരാം, കിടക്കും അവിടെ കുറേ കാലം. അപ്പോൾ അതെങ്ങനെയാണ് പിന്നെ മാറ്റുക? അത് ഞാൻ പറയുന്നത്, അത് ഉപാസനാ ബലമുണ്ടെങ്കിൽ നീ ധർമ്മം, നിനക്ക് കിട്ടുന്ന ദക്ഷിണ, ആ ദക്ഷിണ നീ ലാഭകരമായി, നിനക്ക് ലാഭം ഉണ്ടാക്കാനല്ല ഇത് നിനക്ക് തന്നേക്കുന്നത്. എങ്കിൽ നീ കപ്പലിൽ കച്ചവടം ചെയ്താൽ മതി. നിനക്ക് മനുഷ്യനിലുണ്ടാകുന്ന പ്രേതബന്ധങ്ങളും അങ്ങനത്തരത്തിലുള്ള ആത്മാവിൻ്റെ ബന്ധനങ്ങളും ഒക്കെ മാറ്റാനുള്ള ഊർജം പ്രപഞ്ചശക്തി തന്നിരിക്കുന്നത് പണമുണ്ടാക്കി ജീവിക്കാനല്ല, നിൻ്റെ ജീവിത മാർഗത്തിൽ ഉടനീളം ഇത്തരം കാര്യങ്ങൾ കൂടെ നിൻ്റെ കർമ്മത്തിനനുസരിച്ച്, അവരുടെ കർമ്മത്തിനനുസരിച്ച് ചെയ്തു കൊടുക്കാനാണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ വന്നത്. എൻ്റെ വളരെ കാലത്തെ സുഹൃത്താണ്. എത്ര കാലം മുമ്പ് ഞാൻ ഈ ഫലം പറയുകയാണ്. നമ്മളിവിടുത്തെ ആൾക്കാരുടെ മുഴുവൻ പേരും സാധനങ്ങളും പണ്ട് കാലത്ത് 2 തലമുറ മുമ്പ് ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു, അദ്ദേഹത്തിന് അംഗവൈകല്യം ഉണ്ടായിരുന്നു. ആ അംഗവൈകല്യം ഉണ്ടായിരുന്ന ആൾക്ക് ദത്തുപുത്രൻ ഉണ്ടായിരുന്നു. എങ്ങനെ പറയുന്നത്? അവരെ ഭരിക്കണം, അവരെയും കൂടെ ഇതിനകത്ത് ഇരുത്തിയേ പറ്റും. അവരെ വരുത്തിയിട്ടുണ്ട്, അവിടെ ഇരിപ്പുണ്ട്. അങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്ത് മനുഷ്യനെ ഹൈന്ദവ സംസ്കാരം അല്ലെങ്കിൽ ഹൈന്ദവ രീതികളനുസരിച്ച് അതിൽ നിന്ന് മോക്ഷം, അവൻ്റെ മനസ്സിന് ദുരിതമായിപ്പെടുന്ന കർമ്മങ്ങളിൽ നിന്ന് നമുക്ക് മോക്ഷം കൊടുക്കുന്ന കർമ്മങ്ങൾ ചെയ്തു കൊടുത്താൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാന കാലം മോക്ഷപ്രാപ്തി കിട്ടൂ. ഇപ്പോൾ കണ്ടില്ലേ, പല മാന്ത്രികരും തന്ത്രമാന്ത്രികരും മലമൂത്ര വിസർജനങ്ങളിൽ കിടക്കുകയും മലമുരുട്ടി എറിയുകയും ഭക്ഷിക്കുകയും ചെയ്യാൻ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ പോയിട്ടുണ്ട് അവിടെയൊക്കെ. എന്തുകൊണ്ടാണ്? ഈ തന്ത്രങ്ങൾ കൊടുക്കുന്ന ദൈവം വളരെ
വളരെ ശ്രദ്ധിച്ച് മാത്രമാണ് തന്ത്രശാസ്ത്രങ്ങൾ കൊടുക്കുന്നത്. പ്രത്യേകിച്ച് പ്രേത വിഷയങ്ങൾ ഇത് പണം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ചിലവൊക്കെ വരും, അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സൗജന്യമായിട്ടൊന്നും ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ ചിലവുണ്ട്, ഇതിന് ചെയ്യേണ്ട താന്ത്രിക കർമ്മങ്ങളുണ്ട്, ഇതിൽ ഉപയോഗിക്കേണ്ട പ്രതിമകളുണ്ട്. അത് കടയിൽ പോയി പെയിൻ്റ് അടിച്ച പ്രതിമ വാങ്ങിച്ചുകൊണ്ടോ ഞാൻ ഒന്നും ഏറൂല. ഇത് ഇന്ന സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുന്ന മരം, അത് ഇങ്ങനെ ചെയ്താൽ അങ്ങനെയുള്ള അതിനെ ഇങ്ങനെ കൊത്തിയെടുത്ത് കൊണ്ടുവന്ന് ഇപ്രകാരം ഇന്ന കർമ്മങ്ങൾ ചെയ്താൽ അതിന് മോക്ഷപ്രാപ്തി ഉണ്ടാകും. മോക്ഷപ്രാപ്തി ആവാഹനവും നടക്കില്ല അല്ലേ? നമ്മൾ വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഒരു വെള്ളി പ്രതിമയിൽ ആവാഹിച്ച് അതിന് കുറേ പൂവും മരിയിട്ട് അരിയും മരിയിട്ടുണ്ട്, നമ്മൾ വല്ല അമ്പലത്തിൽ കൊണ്ടിട്ടാണ്ടാകുന്നത്. ഇതൊക്കെ പറയുമ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു പണ്ഡിതൻ എന്നെ വിളിച്ചിട്ട് പോയി, സ്വാമി എന്തിനാണ് എല്ലാവരും ഇങ്ങനെ ചീത്ത പറയുന്നത്? ചീത്തയാണോ ഈ പറയുന്നത്? ഞാനിത് ചീത്തയല്ലോ പറയുന്നത്. നമ്മൾ ഒരാളെ വിശ്വസിച്ച് എനിക്ക് ജീവിതത്തിൽ ദുരിതമുണ്ടായി, ഈ ദുരിതത്തിൽ നിന്ന് എങ്ങനെയാണ് കരകയറാൻ പറ്റുന്നത്? ആ കരകയറാനുള്ള മാർഗം എന്താണ്? ഇതല്ലേ ഉള്ളൂ. എത്രയോ പേര് നമുക്ക് ഓരോ ദിവസവും ലക്ഷക്കണക്കിന് രൂപയുടെ പൂജയും ചെയ്ത് അവകാശികളാരുമില്ല, ഒരവകാശികളുമില്ല. ചത്താൽ കരയാൻ പോലും കണ്ണീരോ ബലിയിടാൻ ആരും ഇല്ലാത്തതാണ് സുൽപരമേശ്വരൻ, കല ടീച്ചറും ആരുമില്ല. അപ്പോൾ നമ്മൾ ആർക്ക് സമ്പാദിക്കണം? പുസ്തകങ്ങൾ എഴുതും, പിന്നെ ഇത്തരം കാര്യങ്ങൾ തർക്കിക്കാൻ വന്നാൽ ഇങ്ങോട്ട് വന്ന് തർക്കിക്കണം, ഞാൻ പറഞ്ഞുതരാം. നീ തർക്കിക്കണം, എന്നാൽ തർക്കിക്കും. ഇന്നതാണ് കാരണം, ഇന്നത് സംഭവിച്ചിരിക്കും, ഇതിങ്ങനെയാണ്. അല്ലാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പാവപ്പെട്ട ദുരിതം പിടിച്ചു വരുന്ന മനുഷ്യൻ്റെ ഒന്നും പിടിച്ചു വരിക്കാനും എന്നെ കൊണ്ടുപോയി പൈസ പണം ചിലവാകും, ഇല്ലാതെ ഞാൻ പറയുന്നില്ലല്ലോ. അപ്പോൾ ഈ പ്രേതബാധ എന്ന് പറയുന്ന സംഭവം, പ്രേതബാധ എന്ന് പറയുന്നതിന് ആരില്ല എന്ന് പറഞ്ഞാലും അത് ഉണ്ടെന്നല്ല, അത് നമുക്കൊപ്പമുണ്ട് എന്നുള്ളതാണ്. എങ്ങനെയാണ്? മരണം എന്ന് പറയുന്ന ശാശ്വതമായ സത്യം, നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ മരിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം, ഇല്ലേ? അത് മാത്രമാണ് ശാശ്വതമായ സത്യം. ആ സത്യം എവിടെ വെച്ച് എങ്ങനെ സംഭവിക്കണം എന്നുള്ളത് 100%. ഇപ്പോൾ ഇന്നലെ വെമ്പായത്ത് 2 പേര്, ഞാൻ താമസിക്കുന്നതിൻ്റെ അടുത്ത് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട 2 പേര്, അവർ കല്യാണം കഴിച്ച് ഇഷ്ടത്തോടു കൂടി ആ പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് പോയതാണ്. കുട്ടികളില്ല. ഇന്നലെ വെമ്പായത്ത് ദിവസം ബസ്സിടിച്ച് മരിച്ചു. എന്നാൽ അവർക്കൊരു ജീവിതമില്ല, അവർ ഇഷ്ടപ്പെട്ടുകൊണ്ട് ആ പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് പോയതാണ്. ഞാൻ ഞെട്ടിപ്പോയി അദ്ദേഹം എന്നോടൊന്ന് പറഞ്ഞപ്പോൾ. അദ്ദേഹം തന്നെ ഈ കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് എന്നെ വന്ന് കണ്ടിട്ട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരനെ ഞാൻ കണ്ടു. പിന്നെ മൃത്യുവിന് മുമ്പ് ഒരു ലക്ഷണം വരും നമുക്ക്. എൻ്റെ മുഖത്ത് പല പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ശിഷ്യന്മാരോട് പറയില്ല, ടീച്ചർ എൻ്റെ മുഖത്ത് ലക്ഷണം മാറണു, എൻ്റെ മുഖത്ത് ഞാൻ മൃത്യുവിലേക്ക് പോവുകയാണ്. അത് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം മരണത്തെ സ്വീകരിച്ചു കഴിഞ്ഞ ആളാണ് ഞാൻ. മരണത്തെ വരൂ മരണമേ, നീ ഒരു ദിവസം, നീ 1 മിനിറ്റ് വയ്ക്കൂ, ഞാൻ എഴുതുകയാണെന്ന് പറയാൻ എനിക്കിഷ്ടം. എന്നാണ് ഇവിടെ പരിപ്പെടുത്താൻ നിൽക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം. അത് പോട്ടെ. അപ്പോൾ ഇദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, എൻ്റെ സഹോദരനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പുറത്തിറങ്ങി ഞാൻ ചോദിച്ചു, ഇദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, ഒരു കുഴപ്പമില്ല. 2 ദിവസം കഴിഞ്ഞ പുള്ളി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പെട്ടെന്ന് വയ്യാതായി, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഞാൻ എങ്ങോട്ട് കൊണ്ടുപോയി? പോണ ദിക്കാണ് ഞാൻ പറഞ്ഞത്. ഒരാൾക്ക് രോഗത്തോടുകൂടി വീണാൽ അയാളെ കൊണ്ടുപോകുന്ന വഴി, അപ്പോൾ ഇന്ന ഭാഗത്തേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരു കാരണവശാലും ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഇദ്ദേഹത്തെ കൊണ്ടുപോകരുത്. കാരണം ആ വഴി പ്രേതബാധയുള്ള, പ്രേതങ്ങൾ കാവൽ നിൽക്കുന്ന വഴികളാണ്. അതുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോകരുത്. അവർ ജീവിച്ചിരിപ്പല്ലേ, ഇത് കേൾക്കുമല്ലോ. 2 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഹാർട്ട് സർജറിയാണ്. എന്നെ കാണാൻ വന്നു. ഡോക്ടർ പറഞ്ഞു, ഞാൻ പറഞ്ഞു, ഈ ദിവസം നിങ്ങളെ ചെയ്യരുത്. ഈ ദിവസം പ്രേതബാധ, പ്രേതങ്ങളെ കൊണ്ട് കാലിനിറങ്ങുന്ന ദിവസമാണ്. ഒരു കാരണവശാലും ഇദ്ദേഹത്തിൻ്റെ ഹാർട്ട് ആ ദിവസം ഓപ്പറേറ്റ് ചെയ്യരുത്. അദ്ദേഹം ഇല്ല ഈ ഭൂമിയിൽ. ഈ ഭൂമിയിൽ നിന്ന് അദ്ദേഹം പോയി. അപ്പോൾ ഇത്രയും വ്യക്തമായും കൃത്യമായും പറയാൻ പറ്റുന്ന എന്തിനാണ്? ഈ ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്കുള്ള വഴികൾ അല്ല, അദ്ദേഹം ആ ഡോക്ടർ അവിടെ ആയതുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോയി. നമ്മൾ എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത്? ചില ആൾക്കാരെ തെക്കോട്ട് കൊണ്ടുപോകും, വടക്കോട്ട് കൊണ്ടുപോകും, പടിഞ്ഞാറോട്ട് കൊണ്ടുപോകും. അവിടെയൊക്കെ തന്നെ ഇവരുടെ പൂർവികമായിട്ടുള്ള പ്രേതാത്മാക്കൾ നിൽക്കും എന്നാണ്.